ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മടവനാടയിൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇതാണ് കേട്ടോ ഞാൻ ഉടുക്കാൻ പോകുന്ന സാരി. ഇത് മുന്താണി ഭാഗമാണ്. മുന്താണിയിൽ വർക്കുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് സ്കേർട്ട്. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ബ്ലൗസ്. ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച കേട്ടോ. നമ്മുടെ ഡാലിയാൻ്റെ സ്റ്റിച്ച് ചെയ്തിരുന്ന ബ്ലൗസായത്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഈ വിഷുവിന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സാരി ഉടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫസ്റ്റ് ഞാൻ സാരി ഉടുക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ മുന്താണി തപ്പി പിടിച്ച് മുന്താണിയിലെ ഫ്ലീറ്റ് ആദ്യമേ ഇട്ട് വയ്ക്കും കേട്ടോ. ഞാൻ അതേ കുറേ പിന്നൊക്കെ കുലുക്കി കാണിക്കുന്നുണ്ട് കേട്ടോ, സേഫ്റ്റി പിൻ. അങ്ങനെ മുന്താണി ഫ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് സാരിയുടെ അകവും പുറവും ഒക്കെ നോക്കുക. പിന്നെ ഞാൻ കുറേ സേഫ്റ്റി പിൻ എടുത്ത് കട്ടനകത്ത് ഇങ്ങനെ കൊളുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്ലീറ്റ് എടുക്കുന്ന സമയത്ത് എളുപ്പത്തിന് ഓരോ പിന്നിങ്ങനെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഞാനിങ്ങനെ കൊരുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഫ്ലീറ്റ് എടുക്കാൻ തുടങ്ങുവാണ്. ഫസ്റ്റ് ഞാൻ എപ്പോഴും എടുക്കുന്ന ഫ്ലീറ്റ് കുറച്ച് വലുതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞെടുക്കുന്ന ഫ്ലീറ്റ് എല്ലാം ഈ ഫസ്റ്റ് ഫ്ലീറ്റിൻ്റെ പകുതിയോളെ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ അതിൻ്റെ പകുതി വെച്ച് എടുക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫ്ലീറ്റ് മാത്രം ഞാൻ വലുതാക്കി എടുക്കും. ഇതിപ്പോൾ ഞാൻ സാരി വെയറിങ് ക്ലാസ് ഒന്നും അല്ല കേട്ടോ എടുക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഒന്ന് സാരി ഉടുക്കാൻ അറിയാവുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ട്യൂട്ടോറിയലായിട്ട് സാരി ഉടുത്ത് കാണിക്കുന്ന ഒരുപാട് പേര് കാണും. അതിൽ നിങ്ങളിത് കണക്ക് കൂട്ടണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ, അതും വിഷു ആയിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇപ്പോൾ ഞാൻ അതേ ഫ്ലീറ്റ്സ് ഒക്കെ മടക്കി ഇനി ചെയ്യാൻ പോകുന്ന ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുത്തി വെക്കും കേട്ടോ. കുത്തിയിട്ടങ്ങ് പൂട്ടത്തില്ല. അതിൻ്റെ ഫ്ലീറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തി ഇറക്കി ആ മുകളിലെ കട്ടനിലോട്ട് പിൻ ചെയ്ത് വെക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഫ്ലീറ്റ് ഇങ്ങനെ ഇരുന്ന് എടുക്കാം പയ്യെ. തുടക്കക്കാർക്കൊക്കെ നല്ലൊരു ഉപകാരപ്രദമാട്ടോ ഇത്. അങ്ങനെ ഫ്ലീറ്റിൻ്റെ അഗ്രഭാഗം ഞാനവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി എടുക്കും. എന്നിട്ട് ഓരോരുത്തടുത്തും ഇതിങ്ങനെ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പിന്നു കുത്തി താഴെ അറ്റം വരെ ഞാൻ ഇതുകൊണ്ടൊക്കെ ഫ്ലീറ്റ് എടുത്തു. താഴെ അറ്റം എന്ന് വെച്ചാൽ സാരി മൊത്തം ഫ്ലീറ്റ് എടുത്ത് വെക്കുമെന്നല്ല കേട്ടോ. എനിക്ക് മുന്താണിക്ക് ആവശ്യമായത് വരെ ഞാൻ ഇതുപോലെ ഫ്ലീറ്റ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. സാരിയുടെ ബാക്കിയുള്ള ഭാഗം ഞാൻ തറയിലിട്ടേക്കുമല്ലോ കേട്ടോ. അവിടെ സ്റ്റൂളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പൊക്കത്തൊട്ടിടത്ത് മടക്കി വെച്ചേക്കുക. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കണം എൻ്റെ സൗണ്ടിന് വല്ലാത്ത മാറ്റമുണ്ട് കേട്ടോ. വിഷുവായിട്ട് ഞാനിവിടെ പനി അടിച്ചിരിക്കുക. അങ്ങനെ ഞാൻ മുകളിൽ കുത്തി വെച്ചിരുന്നില്ലേ, അതിങ്ങനെ അഴിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് എനിക്ക് കറക്റ്റ് ലെങ്തിന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ സാരി ഉടുത്തിട്ട് വരാം. അങ്ങനെ സാരി ഉടുത്ത് കഴിഞ്ഞു. കുറച്ചുകൂടെ പശയൊക്കെ മുക്കി വെച്ചിരുന്നെങ്കിൽ സാരി നല്ല വടി പോലെ ഇരുന്നേനെ കേട്ടോ. ഒന്നിനും പറ്റിയില്ല, പനി എന്നെ ഒന്നിനും അനുവദിച്ചില്ല. അപ്പോൾ ഞാനിട്ട് ഫ്ലീറ്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ സാരി ഉടുത്തേക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ആ വലിയ ഫ്ലീറ്റിലായിരുന്നോ ഇട്ടില്ലേ, അതാണ് കേട്ടോ ഈ അറ്റത്ത് വലുതായിട്ട് കാണിക്കുന്നത്. ഞാൻ ആ ഒരു ഭാഗത്ത് വലുതായിട്ടാട്ടോ ഫ്ലീറ്റ് ഇടാറ്. അതാണ് എനിക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അങ്ങനെ സാരി ഉടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫേസിലേക്ക് കിടക്കാം. മുഖത്ത് ഞാനങ്ങനെ പൗഡേഴ്സ് ക്രീംസ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ കണ്ണെഴുതാൻ പോവാട്ടോ. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാമറ നോക്കി എഴുതാൻ ഞാൻ കുറേ പാടുപെട്ടു കേട്ടോ. എനിക്ക് കണ്ണാടി നോക്കി എഴുതുമ്പോൾ ഇത്രയും പാടില്ലായിരുന്നെന്ന് തോന്നിപ്പോയി. ഇവിടെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ. വീഡിയോയുടെ കുറച്ച് ലെങ്ത് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രണ്ട് കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് എഴുതി തീർത്തിട്ടുണ്ട്. ഇനി അടിയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ അതായത് കണ്ണിൻ്റെ അകത്തെ സൈഡിൽ ഞാൻ ഐലൈനർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കണ്ണിൽ എഴുതാൻ കുറേ പാടുപെട്ടു. ഇവിടുന്ന് അങ്ങോട്ട് വരച്ചിട്ട് സംഭവം എന്നറിയാം, കണ്ണിൽ തട്ടുന്നില്ല. ഈ ക്യാമറ നോക്കി എഴുതുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് തട്ടുന്നത് ഒന്നും പറ്റുന്നതില്ല. എങ്ങനെയെങ്കിലും എല്ലാവരും കണ്ണിനകത്ത് എഴുതാൻ വേറെ എന്തൊക്കെ യൂസ് ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവുമില്ല കേട്ടോ. ആകെ എനിക്ക് ഐലൈനറിൻ്റെ കാര്യം ഉള്ളായിരുന്നു സ്കൂൾ ടൈം തൊട്ട് അറിയാവുന്നത്. പിന്നെ ഈ യൂട്യൂബും വീഡിയോസും ഒക്കെ അതിന് ശേഷം കേട്ടോ ശരിക്കും ഞാനൊരു 1 year ആയതേ ഉള്ളൂ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നോർമലി ഞാൻ ഐലൈനർ മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ. ഇതുപോലെ സാരി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴൊക്കെ ഉള്ളൂ മുകളിലും താഴെയൊക്കെ ഞാൻ ഐലൈനർ ഇടുന്നത്. എന്തോ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ പോണക്കെട്ടാണ് ഞാൻ ദീർഘശ്വാസമൊക്കെ വിടുന്നത്. 2 കണ്ണെഴുതിയത് അത്രേ ഉള്ളൂ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഐടെക്സിൻ്റെ ഈ ഒരു ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പൊട്ട്. എനിക്ക് തോന്നി ഇതും എനിക്ക് സ്കൂൾ ടൈമിൽ കിട്ടിയ ഒരു ശീലം കേട്ടോ ഈ പൊട്ട് വയ്ക്കല്. പിന്നെ അത് മാറിയിട്ടില്ല. അതും ബ്ലാക്ക് കളറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അടുത്തത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പോകട്ടോ. ഞാൻ മാമ എർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷെയ്ഡ് തീരാറായപ്പോൾ പുതിയ ഷെയ്ഡ് മേടിച്ചേട്ടോ. ഇത് ഭയങ്കര എറിച്ച് നിൽക്കുന്ന ഒരു കളറാണ്. സത്യത്തിൽ ഞാൻ ഇത്രയും കളറുള്ള ലിപ്സ്റ്റിക് അല്ലായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ എന്തോ കളർ കോഡും കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ ഇനി പഠിച്ച് വരണം. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ല. എൻ്റെ ലിപ്സ്റ്റിക്ക് കൊണ്ടുള്ള ആ വര കണ്ടില്ലയോ, എന്നെ ആരും അനുകരിക്കാൻ നിൽക്കട്ടാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ മൈൻഡ് തോന്നിയെന്നത് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരുന്നു മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നതെന്നാണോ എന്തോ. അങ്ങനെ ഫേസിലെ
കലാപരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത നമ്മുടെ കമ്മൽ, ഏത് കമ്മൽ വേണമെന്ന് സെലക്ട് ചെയ്യാൻ പോവാം കേട്ടോ. 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ജിമ്മിക്ക്, പിന്നെ ഇപ്പോൾ കാണിച്ച സ്റ്റോണിൻ്റെ കമ്മലും. പിന്നെ എനിക്ക് ആ സ്റ്റോണിൻ്റെ കമ്മലങ്ങ് ഇഷ്ടപ്പെട്ടു, എന്നാൽ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഞാൻ ബ്ലൗസുമായിട്ട് മാച്ചും ചെയ്യുന്നുണ്ട്. കമ്മലിൻ്റെ സ്റ്റോണിനൊരു മെറൂൺ വൈറ്റ് മിക്സ് ആട്ടോ. അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഹെയർ ഒന്ന് റെഡിയാക്കാം. കുളിച്ചിട്ടൊക്കെ നിന്നേ കേട്ടോ, അപ്പോൾ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുമില്ല. 2 ദിവസമായിട്ട് ഷാമ്പൂ ഇട്ടിരുന്നേ കേട്ടോ. കറക്റ്റ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആയപ്പോഴത്തേക്ക് ഞാൻ എണ്ണയൊക്കെ വാരി കോരിയിട്ടങ്ങ് കുളിച്ച്. എൻ്റെ തല കണ്ടാലേ എറിയ നിറച്ച് എണ്ണ വാരിയിട്ടേക്കുന്നുണ്ടോ. മുടിച്ചിക്ക് കെട്ടാൻ നേരത്തെ ഞാൻ ആലോചിച്ചു ഈ എണ്ണയെല്ലാം കൂടെ വാരി ഒഴിച്ച് കുളിക്കണ്ടായിരുന്നെന്ന്. കാര്യം കെട്ടാനായിട്ട് ഇങ്ങനെ കയ്യിലോട്ട് കിട്ടുന്നതാണ്, അതുമല്ല നല്ല വൃത്തിക്കുമ്പോൾ എനിക്കൊന്നും കിടക്കൊന്നുമില്ലായിരുന്നു. ഞാൻ ഡെയിലി കെട്ടുന്നോണക്കല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് ഞാനിപ്പം കെട്ടുന്നോണക്ക് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്ക് പല ഊഹങ്ങളും വരും, ഇത് എന്തായി തീരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഊഹിക്കണ്ട കേട്ടോ. ഞാൻ മുടി കെട്ടുന്നതുകൊണ്ട് എന്തായാലും എനിക്കറിയാം ഇത് കുളമായിട്ട് വരത്തേ ഉള്ളൂ. മുടി കെട്ടുന്ന കാര്യത്തിലായാലും ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ. പിന്നെ എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കാൻ അറിയാം കേട്ടോ എനിക്ക്. അപ്പം അങ്ങനെ ഒരു കാട്ടിക്കൂട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ചെയ്യുന്നതങ്ങ് പറയാം. ആദ്യം ഇങ്ങനെ മുകളിൽ നിന്ന് ചീവി കുറച്ച് മുടി എടുത്തിട്ടത് നമ്മുടെ 3 മുടി പിന്നലില്ലേ, അങ്ങനെ പിന്നി എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ മുടിയെടുത്തു കേട്ടോ. എന്നിട്ട് നേരത്തെ 3 മുടി പിന്നിക്കൊണ്ടിരുന്നില്ലേ, അതങ്ങ് 2 മുടിയാക്കി സ്പ്ലിറ്റ് ആക്കിയിട്ട് ഈ പുതിയതെടുക്കുന്ന ഒരു മുടിയും കൂടെ ആയിട്ട് ആഡ് ചെയ്ത് ഇതിങ്ങനെ 3 മുടിയായിട്ട് അങ്ങ് പിന്നും. വീണ്ടും കുറച്ചെടുക്കും. അങ്ങനെ ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ചെവി എടുത്തെത്തുമ്പോൾ ആ പ്രോസസ്സ് അങ്ങ് നിർത്തണം. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങ് സെറ്റാവും. ഇങ്ങനെ കേട്ടോ ഞാൻ ഇപ്പോൾ വെറൈറ്റിയിൽ മുടി കെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വലിച്ച് ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ടോ, ചുമ്മാ ഒന്നുമില്ല, ഫാഷൻ. അതവിടെ കിടന്നോട്ടല്ലേ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. അങ്ങനെ ഞാൻ ഒരു സൈഡ് ഏകദേശം തീർത്തെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ, അതായത് ഇതുപോണക്ക് ഇപ്പോൾ ചെയ്തോണക്കൊക്കെ ചെയ്യണോ വേണ്ടതെന്നൊക്കെയാണെന്ന് ആലോചിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, അതിങ്ങനെ പിരിച്ച് അവിടെ അങ്ങനെ കുത്തി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്നൊക്കെ കരുതിയാണ് കേട്ടോ ഞാൻ ഈ ആക്ഷൻ പരേഡൊക്കെ നടത്തുന്നത്. പക്ഷെ അല്ല, ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ ചേരുന്നൊരു മാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി പെട്ടെന്നൊരു ഓർമ്മ വന്നത്, അത് ആടിക്കുകയും കൊടുത്തിരിക്കുന്നത്. ടണ്ടടേ, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള കേട്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ. നെക്ലസ് ആണ് കേട്ടോ. ആക്ച്വലി ഈ മുടി കെട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഇടാൻ നോക്കുന്ന പാടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്നാൽ പിന്നെ നെയിൽ പോളിഷോട് ഇടാമെന്ന് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ലാസ്റ്റ് വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു കുറി കൂടെ തൊട്ട് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാമെന്ന്. അത് ഇനിയിപ്പോൾ ചന്ദനമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് ബേബി പൗഡർ എടുത്ത് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കുറിയൊക്കെ കൊണ്ട് തൊട്ട് കൊടുത്ത്. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞ്. പിന്നെ ഞാൻ ഈ ലുക്കിൽ തന്നെ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും കേട്ടോ. ഈ ലുക്കിലെ ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ഹാപ്പി വിഷു.